എല്ലാവർക്കും ഈ ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. സോ നിങ്ങൾ ആദ്യമേ കണ്ട പോലെ തന്നെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് കൊഞ്ചിറവള ദേവി ക്ഷേത്രത്തിലെ പൊങ്കാല ഡേ ആണ്. അപ്പോൾ നമ്മൾ മണക്കാടുള്ള വീട്ടിൽ പോയിട്ട് അവിടെയാണ് പൊങ്കാല ഇട്ടത്. അപ്പോൾ അവിടുത്തെ വീട്ടിൽ ഈ നല്ല മധുരമുള്ള നല്ല പഴുത്ത് നിൽക്കുന്ന ജാമ്പയ്ക്ക ഉണ്ടായിരുന്നു. സോ അതൊക്കെ കുറച്ച് പറിച്ചായിരുന്നേ. അങ്ങനെ ദാ പൊങ്കാലയ്ക്കുള്ള 2 അടുപ്പ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. 2 ആൾക്കാരായിട്ടാണ് ഇടുന്നത്. അങ്ങനെ കറക്റ്റ് 10:15 ആയപ്പോൾ തന്നെ അമ്പലത്തിൽ ആ ഒരു തീ കൊളുത്തിയപ്പോൾ തന്നെ നമ്മളിവിടെ തീ കത്തിച്ചായിരുന്നേ. അങ്ങനെ അടുപ്പിൽ വെച്ച് ഇനി വെള്ളം തിളയ്ക്കുന്നവരെ ഒരേ കാത്തിരിപ്പാണ് എല്ലാവരും. നമ്മുടെ കൂടെ ഉള്ളവരും അല്ലാത്തവരുമായിട്ട് ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു ഇപ്രാവശ്യത്തെ പൊങ്കാലയ്ക്ക്. അങ്ങനെ കുറേ നേരം കാത്തിരുന്നതിന് ശേഷം വെള്ളമൊക്കെ ചെറുതായിട്ടൊന്ന് തിളച്ച് വന്നപ്പോൾ തന്നെ ഓരോരുത്തരായിട്ട് അരി കഴുകി ഇടുന്നുണ്ടേ. 2 അടുപ്പിലും ഒരേ ടൈപ്പ് പായസമാണ് ഉണ്ടാക്കുന്നത്. പക്ഷെ ഇതിനുപയോഗിക്കുന്നത് പച്ചരിയാണേ. ഇനി നെക്സ്റ്റ് അടുപ്പിലിടാനായിട്ട് ഇതാ ഈ ഒരു അരി കഴുകി നല്ല വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി കലത്തിന് ചുറ്റും 3 പ്രാവശ്യം ഇങ്ങനെ ഉഴിഞ്ഞിട്ടാണ് ഇടുന്നത്. എല്ലാവരും അങ്ങനെ ആയിരിക്കും. എന്നെ പോലെ പൊങ്കാലയ്ക്ക് ഇത്രയും നാൾ കൂടെ പോയിട്ട് ഈ ഒരു പായസം ഉണ്ടാക്കാൻ അറിഞ്ഞൂടാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ കണ്ടാൽ മതി. ഞാൻ ഈ ഒരു ദിവസമാണ് ഈ ഒരു പൊങ്കാല ഇടാൻ പഠിച്ചതേ. അങ്ങനെ അരിയൊക്കെ ഇട്ട് ഓരോരുത്തരുടെ അടുപ്പിലായിട്ട് ഇങ്ങനെ പൊങ്ങി കളഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ചിലരുടെയിൽ പൊങ്ങിക്കളയും, ഇങ്ങനത്തെ ചരുവത്തിൽ അത് പൊങ്ങിക്കളയത്തില്ല മെയിൻലി. അങ്ങനെ ആ ഒരു ചൂടത്ത് നിന്നപ്പോൾ തന്നെ നല്ല തണുത്ത ജ്യൂസ് കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ആയിരുന്നു. അത് അത്രയും വിയർത്ത് നിന്നതുകൊണ്ട് കുടിച്ചുകൊണ്ടായിരിക്കും. പൊങ്കാല ഇടുന്നത് വല്യമ്മയാണെങ്കിലും അതിൻ്റെ കൂടെ നിന്ന് ജ്യൂസ് കുടിക്കുന്നതും ഈ വീശറ കൊണ്ട് വീശുന്നതും ഒക്കെ ഞാനായിരുന്നേ. ഇത് അവിടെ നിന്ന് തന്നിട്ടുള്ള വീശറയാണ്. നല്ല കട്ടിയുണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ നല്ല സുഖമായിരുന്നേ. അങ്ങനെ എല്ലാവരുടെ അടുപ്പിലും അരിയൊക്കെ വെന്ത് നല്ല പോലെ പൊങ്ങി കളഞ്ഞിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഒരടുപ്പിലോട്ട് ശർക്കരയും അതുപോലെ തന്നെ ഏലക്ക പൊടിച്ചതും ചേർത്ത് നല്ല പോലെ മിക്സ് ചെയ്യുന്നുണ്ട്. ഇനി നെക്സ്റ്റ് അടുപ്പിലത്തേക്കുള്ള ശർക്കര പൊടിച്ചെടുത്തിട്ടുണ്ട്, അതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നല്ല പോലെ മിക്സ് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. ഇനി പേരിന് മാത്രം കുറച്ച് പഞ്ചസാര അല്ലെങ്കിൽ കൽക്കണ്ട് പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കാവേ. അതൊക്കെ ചേർത്തിട്ട് ഒരു കവർ ഏലക്കയാണ് ചേർക്കുന്നത്. അത് ഇതുപോലെ ജസ്റ്റ് ഒന്ന് ചതച്ചിട്ടാണ് ചേർക്കുന്നത്. ഇനി ഇതൊക്കെ വെന്ത് വറ്റി വരാറാവുമ്പോൾ തേങ്ങ ചേർത്ത് കൊടുക്കാം. അതിലോട്ട് മുന്തിരിങ്ങയും അതുപോലെ തന്നെ നെയ്യും ചേർത്ത് കൊടുക്കാവേ. ഈ ഒരു ടിന്നിന് മൊത്തം ടിന്ന് നെയ്യ് എടുക്കുന്നുണ്ട്. അതും ചേർത്ത് എല്ലാം കുക്കായതിന് ശേഷം ലാസ്റ്റ് മാത്രം ഈ 2-3 പഴം കൂടെ അരിഞ്ഞിട്ടാൽ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. എന്നിട്ട് നമ്മൾ നല്ല പോലെ മിക്സ് ചെയ്തിട്ട് അടച്ച് വെക്കുകയാണ്. 10:15 പൊങ്കാല തുടങ്ങിയതെങ്കിൽ 3:30-4 മണി കഴിഞ്ഞിട്ടാണ് അത് നേദിച്ചതേ. അപ്പം അതിന് മുന്നേ നമ്മൾ അമ്പലത്തിലോട്ട് തൊഴാൻ പോവുകയാണ്. കൂടെ തന്നെ കറങ്ങാനും കൂടെയാണ് പോകുന്നത്. അപ്പോൾ ദാ കറങ്ങാനായിട്ട് പോവാണ്. ദാ ഈ ഒരു പ്രതിമ കണ്ടിട്ടുണ്ടായിരുന്നു, നല്ല രസമായിരുന്നേ. നമ്മൾ അതിൻ്റെ കുറച്ച് നിന്ന് ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് കുറേ പൊങ്കാല റോഡിലുണ്ടായിരുന്നേ, ഒരുപാടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ അമ്പലത്തിൻ്റെ നടയിലെത്തിയപ്പോൾ നിറച്ച ആൾക്കാരായിരുന്നു, ഭയങ്കര തള്ളായിരുന്നേ. പിന്നെ നമ്മൾ എങ്ങനെയൊക്കെയോ അകത്ത് കയറി തൊഴുതു. താലപ്പൊലിക്കുള്ള കുട്ടികളെ ഒരുക്കി നിർത്തിയിട്ടുണ്ടായിരുന്നു, അതൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നേ. അങ്ങനെ ആ ഒരു വെയിലത്ത് നടന്നതിൻ്റെ ക്ഷീണത്തിന് നമ്മൾ ഐസ്ക്രീം വാങ്ങിച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് അല്ലറ ചില്ലറ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് നമ്മൾ നേരെ പോയത് കോളിഫ്ലവർ ബജി കഴിക്കാനാണ്. അത് അത്യാവശ്യം കുഴപ്പമില്ലാത്തതായിരുന്നേ. പിന്നെ ദാ ഈ ഒരു പാനിപ്പൂരിയാണ് കഴിച്ചത്. ഈ എല്ലാ ഐറ്റംസും നമ്മൾ ഓരോന്ന് വെച്ചിട്ടാണ് വാങ്ങിയത്. കോളിഫ്ലവർ ബജി മാത്രമാണ് നമ്മൾ പാഴ്സൽ വാങ്ങിച്ചത്. പാനിപ്പൂരി അത്യാവശ്യം കുഴപ്പമില്ലാത്ത ടേസ്റ്റ് ആയിരുന്നു, എന്നാൽ അത്ര ഹൈപ്പ് പറയാൻ പറ്റൂലേ. പിന്നെ ദാ കടല വേണമെന്ന് പറഞ്ഞ് അങ്ങനെ അതും ഒരെണ്ണം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതും നല്ല ടേസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നേ. പിന്നെ നമ്മൾ വരാൻ നേരത്തെ ഈ ഒരു കോണാണ് മേടിച്ചത്. അത് നമ്മൾ വീട്ടിലത്തേക്ക് പാഴ്സൽ വാങ്ങിച്ചതാണേ. അപ്പോൾ ഇതൊക്കെ കഴിച്ചപ്പോൾ ഭയങ്കര ദാഹമായിരുന്നു. അങ്ങനെ നമ്മൾ ഒരു കുലുക്കി സർബത്തൂടെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അത് പാഷൻ ഫ്രൂട്ട് കുലുക്കി സർബത്തായിരുന്നേ. അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നേ. അങ്ങനെ അതും കുടിച്ചിട്ട് നമ്മൾ നേരെ വീട്ടിലോട്ട് വന്നു. അപ്പോൾ സമയം ഒരു 2:45-3 മണിയെങ്കിലും ആയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ നമ്മുടെ കസിൻ്റെ കല്യാണത്തിൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ കുറേ ടൈം അങ്ങനെ പോയേ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഒരു 4:15 ആയപ്പോൾ നേദിച്ചിട്ട് നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോയേ.